ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ തായ്ലൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തായ്ലൻഡിലെ പട്ടായയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോറൽ ഐലൻഡിലേക്കാണ് കേട്ടോ. നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു എടുത്തിരുന്നെങ്കിലും നമ്മളെ കോറൽ ഐലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ ഗ്രൂപ്പുകാരുടെ കയ്യിലും ഒരു സെയിം കളറിലുള്ള ബ്രാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മളിനി ബോട്ടിലാണ് കേട്ടോ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോവുക. ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റ്സ് എടുക്കും കേട്ടോ കോറൽ ഐലൻഡിൽ എത്താൻ വേണ്ടിയിട്ട്. നല്ല ബ്ലൂ കളർ സീ കൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ട് ഭയങ്കര കുലുക്കായിരുന്നു. നമുക്ക് വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കോറൽ ഐലൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ സെലക്ട് ചെയ്യേണ്ടത്. അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ ഓരോ വാട്ടർ ആക്ടിവിറ്റീസും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പാക്കേജ് നമുക്ക് സെലക്ട് ചെയ്യാം. പാരാസെയിലിംഗ്, അണ്ടർ വാട്ടർ വാക്കിംഗ്, ജെറ്റ് സ്കീയിങ്, ബനാന ബോട്ട് റൈഡ്, അങ്ങനെ പലതരത്തിലുള്ള വാട്ടർ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അണ്ടർ വാട്ടർ വാക്കിംഗ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാരാസെയിലിംഗ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അണ്ടർ വാട്ടർ വാക്കിങ്ങിന് നമ്മളെ വേറെ തന്നെ ഒരു ബോട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ജെറ്റ് സ്കീയിങ്ങും ബനാന ബോട്ട് റൈഡും ഒക്കെ കോറൽ ഐലൻഡിലാണ് കേട്ടോ ചെയ്യേണ്ടത്. എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ ഈ അണ്ടർ വാട്ടർ വാക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കടലിൽ ഇറങ്ങിയ ടൈമിൽ എനിക്ക് ചെറുതായിട്ടൊരു ബ്രീത്തിങ് ഇഷ്യൂ പോലെ പെട്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഈ അണ്ടർ വാട്ടർ വാക്കിംഗ് എന്ന് പറയുന്നത് സ്കൂബ ഡൈവിംഗ് പോലെയല്ല. നമ്മുടെ തലയിലൂടെ ഒരു ഓക്സിജൻ സിലിണ്ടർ പോലെയുള്ള ഒരു ഹെൽമെറ്റ് പോലെയുള്ള ഒരു സംഭവം വെക്കും കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഗ്രില്ലിട്ട ഏരിയ ഉണ്ട്. ആ ഏരിയയിലൂടെ നമുക്ക് കടലിനടിയിലൂടെ നടക്കാം, കോറൽസിനായിട്ട് ഫോട്ടോസ് എടുക്കാം, ഫിഷിനെ ഫീഡ് ചെയ്യാം. എനിക്ക് പറ്റും കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ അവരെടുത്ത് തരും. അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന മുദ്രകളൊക്കെ ഞങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗൈഡും ഉണ്ടായിരിക്കും. നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു അടിപൊളി ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ അത്. അങ്ങനെ അണ്ടർ വാട്ടർ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോറൽ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഐലൻഡ് ആയിരുന്നു കേട്ടോ. നല്ല ക്ലിയർ വാട്ടർ, നല്ല ബ്ലൂ കളർ സീ ഒക്കെ ആയിട്ടുള്ള ഒരു ഐലൻഡ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് പൊളിച്ചടക്കാൻ പറ്റിയ ഒരു ഐലൻഡ് തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ കടലിൽ ചാടി കേട്ടോ. പിന്നെ കടലിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കടലിൽ കളിച്ച് തീർന്നതിന് ശേഷം ഞങ്ങളിതാ ഇവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഏരിയ ആയിരുന്നു ഇത്. അതായത് ഓരോ കയ്യിലുള്ള ബാൻഡിനനുസരിച്ചായിരുന്നു കേട്ടോ നമുക്ക് ഇരിക്കാനുള്ള ഏരിയ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഇവിടെയായിരുന്നു ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ പേര് ഇവിടെ ബനാന ബോട്ട് റൈഡും ജെറ്റ് സ്കീയിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്തിയതിന് ശേഷം ഞങ്ങളിതാ തിരിച്ച് നമ്മുടെ പട്ടായയിലേക്ക് പോവുകയാണ്. കോറൽ ഐലൻഡ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലൊക്കെ പോയി ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വീണ്ടും കറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ അതെങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം വെള്ളത്തിൻ്റെ മുകളിലാണ് ഈ ഒരു മാർക്കറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ എൻട്രൻസ് ഒരു ഷിപ്പിൻ്റെ മോഡലിലാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു തായ് സ്റ്റൈലിലുള്ള ഡാൻസൊക്കെ കാണാൻ പറ്റും. യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റഗ്രാം ഫോട്ടോസൊക്കെ കണ്ടിട്ട് എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇവിടെ. ഇതൊരു നോർമൽ മാർക്കറ്റ് അല്ല, വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെള്ളത്തിൽ ലിറ്ററലി ഒഴുകുന്ന ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ തോന്നുക. ഈ മാർക്കറ്റ് മുഴുവൻ കനാലുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കനാലുകൾ കൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ കയറാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടിങ് പാർട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു കേട്ടോ.
നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന ടൈമിൽ 2 സൈഡിലും വുഡൻ മാർക്കറ്റ്സ് ആയിരിക്കും കേട്ടോ ഫുൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സ്റ്റാളുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ബോട്ടിലൂടെ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ചുറ്റി കാണിച്ചതിന് ശേഷം നമ്മളിനെ ഒരു എൻഡിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നടന്നിട്ട് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാം. ഷോപ്പിങ്ങിനും ലോക്കൽ തായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ഇവിടെ പോയപ്പോൾ പല വീടായിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുതല, പിന്നെ കോഴിയുടെ കാല്, അതുപോലെ ചിവിയിടോ അങ്ങനെ എന്തൊക്കെയോ പറ്റീനൊക്കെ വറുത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മുതലേനെ കഴിച്ച് നോക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ തായ്ലൻഡ് ഡേ 2 ആയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വയറിന് അസുഖം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രിപ്പ് മൊത്തം കൊളാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഡേ നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഡ്രസ്സ്, ബാഗ്, ചെരുപ്പ്, ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ തായ് വൈബ് ഫീൽ ചെയ്യും കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ തായ്ലൻഡിലെ ഡേ 2 വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.